യാത്രയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് ഒരു ദുർലക്ഷണമായി തോന്നുന്ന എന്തോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ. പക്ഷികൾക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവൻ അള്ളാഹു തആല ഭക്ഷണം കൊടുക്കും. ഒരുപാട് അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഒരു പക്ഷിയുടെ കരച്ചിൽ കേട്ടാൽ അതിനാസ്പദമായി അങ്ങനെയുണ്ടാകും ഇങ്ങനെയുണ്ടാവും എന്ന് പറയാം. ഒരു പച്ചപ്പയ്യ പച്ചത്തുള്ളൻ ശരീരത്തിൽ വന്നിരുന്നാൽ അതിനെ തട്ടണ്ട, അതവിടെ നിന്നോട്ടെ, അത് വന്നിരുന്നാൽ ക്യാഷ് കിട്ടും എന്ന് പറഞ്ഞ് അതിനെ നല്ല പൂജിച്ച് നടക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു വിശ്വാസം. വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ വിശദീകരിക്കവേ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അദ്കാറുകളും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്വാഭാവികമായും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ കണ്ടാൽ അസ്വസ്ഥരാകുന്ന പലരുമുണ്ട്. അങ്ങനെ നമ്മൾ അസ്വസ്ഥരാകേണ്ടതുണ്ടോ? അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടാൽ അതുകൊണ്ട് വല്ല പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമോ? ഇതൊക്കെ നമ്മളൊന്ന് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ മനസ്സിൽ ഇടക്ക് ആശങ്കയുണ്ട്, എൻ്റെ കാര്യം ശരിയാകുമോ, വല്ല പ്രയാസവും ഉണ്ടാകുമോ, ഏതായാലും റാഹത്താവട്ടെ എന്ന ആ ഒരു മനസ്സോടെ പ്രാർത്ഥനയോടുകൂടെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച എന്നറിയോ? തൊട്ട അയൽവാസി ചൂലും പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സ്വാഭാവികമായും ആ സമയത്ത് എന്തായിരിക്കും നമ്മളുടെ ഒരു മാനസികാവസ്ഥ? അല്ലെങ്കിൽ ഒരു കീറച്ചാക്കുമായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഉദാഹരണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ താല്പര്യമില്ലാത്ത ഈ യാത്രയുടെ ഫലം നഷ്ടപ്പെടുമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ചില കാഴ്ചകൾ കണ്ടു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നാരോ വിളിച്ചു. ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് കാണുന്ന ചില ആളുകളുണ്ട്. പിന്നിൽ നിന്നാരെങ്കിലും വിളിച്ചു, അല്ലെങ്കിൽ വല്ലതും മറന്നുപോയി, ഇനിയിപ്പം ഞാൻ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് അതെടുക്കാൻ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ ആ യാത്രയുടെ ഫലം നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള ചില വിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇല്ലേ? ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട ഒരു യാത്രക്കൊരുങ്ങി, അപ്പോഴാണ് പഠിച്ചോനെ മൊബൈൽ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. അല്ലെങ്കിൽ ആ യാത്രയിൽ അനിവാര്യമായ എന്തോ ഒരു അവശ്യ വസ്തു, ഒരു ഫയലോ മറ്റോ എടുത്തിട്ടില്ലല്ലോ, ഇനിപ്പത് എടുക്കാനായി വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ആ യാത്രയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകും, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കൂല. അങ്ങനെയൊക്കെയുള്ള ചില വിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട്. ഇല്ലേ? എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തതില്ലേ? ഉണ്ടല്ലോ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വിശ്വാസികളാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് ആകെ ആശങ്കയായി ആ യാത്ര തന്നെ മുടക്കുന്ന ചില സ്വഭാവമുള്ളവരുമുണ്ട്. അങ്ങനെയാകരുത് നമ്മൾ. അതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള വിശ്വാസമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരാൾ തന്റെ വീട്ടിൽ നിന്നൊരു ആവശ്യത്തിനിറങ്ങവേ ഒരു മൃഗത്തെ കണ്ടു. ആ മൃഗത്തിന്റെ ചെവി മുറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാല് മുറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ കാര്യമായ ഒരു ന്യൂനത ആ മൃഗത്തിനുണ്ടെങ്കിൽ പിന്നെ അന്ന് അവർ ആ യാത്ര പോകില്ല. ഇത് വലിയൊരു ദുർലക്ഷണമാണ്, ഇതൊരു അവലക്ഷണമാണ്, ഇത് കണ്ടുകൊണ്ട് നമ്മൾ പോയാൽ യാത്രയിൽ ഫലമുണ്ടാവില്ല എന്നായിരുന്നു ജാഹിലിയ കാലഘട്ടക്കാരുടെ വിശ്വാസം. ഇന്ന് ആ വിശ്വാസം പല നിലയിൽ വെച്ച് പുലർത്തുന്ന പലരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നതല്ലേ സത്യം? അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ കാര്യം. പ്രതീക്ഷയോടുകൂടെ ഇറങ്ങുമ്പോഴാണ് അയൽവാസി രാവിലെ തന്നെ ചൂലും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓ കഴിഞ്ഞു,
ഇന്നിനിപ്പോൾ ഈ യാത്ര ചെയ്തിട്ട് കാര്യമല്ല, ഇതുകൊണ്ട് നമ്മൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയും. ഇതിനെ കണ്ട് എപ്പോൾ പോയാലും യാത്രയിൽ ഒരു കുരുത്തുണ്ടാവില്ല, ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും നടക്കൂല, ഒന്നിനൊരു സമയം ഉണ്ടാവില്ല, എന്നാ ഒന്നിട്ട് നടക്കൂല. ഇങ്ങനെയൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ നമ്മുടെ മനസ്സിന് റാഹത്തില്ലാത്തത് വല്ലതും കണ്ടാൽ നിങ്ങൾ ഇന്നാലിന്ന ഒരു ദിക്ർ ചൊല്ലിക്കോളൂ. ആ ദിക്ർ ചൊല്ലിയാൽ ആ യാത്രയുടെ എല്ലാ അവലക്ഷണങ്ങളും അതുകൊണ്ടില്ലാതെയാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്ർ നോട്ട് ചെയ്തിട്ടില്ലേ? യാത്രയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് ഒരു ദുർലക്ഷണമായി തോന്നുന്ന എന്തോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ. മഹാനായ ഉർവത്ത് ഇബ്നു ആമിർ തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വെച്ച് ഈ ത്വീറത്തിനെ കുറിച്ച് പറയപ്പെട്ടു. ലക്ഷണബോധം. നബിയെ, ലക്ഷണം നോക്കാമോ? ഒരു യാത്രയിൽ ഞങ്ങൾ യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ, യാത്രക്ക് വേണ്ടി ഇറങ്ങുമ്പോ എന്തോ മനസ്സിന് സന്തോഷമില്ലാത്ത ഒരു കാര്യം കണ്ടാൽ അതുകൊണ്ട് ഒരു ദുർലക്ഷണം കണക്കാക്കുന്ന സ്വഭാവമുണ്ടല്ലോ. ഇതേക്കുറിച്ച് ഹബീബായ നബിയോട് പറയപ്പെട്ടപ്പോൾ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിങ്ങനെയാണ്, അഹ്സനുഹാ അൽ ഫഅൽ, അതിലേറ്റവും നല്ലത് അൽ ഫഅലു, ഫഅലാണ്. അതായത് കലിമത്തുൻ ത്വയ്യിബാ, നല്ല വചനങ്ങൾ കേട്ടാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. അങ്ങനെയുണ്ട്. നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു യാത്രക്കാണ്ട് ഒരുങ്ങി നമ്മൾ ദിക്റൊക്കെ കണ്ട് ചൊല്ലി സലാം പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴാണ് സഈദ് സഈദ് സഈദ്, വിജയ് 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 എന്ന് ഒരാൾ മറ്റൊരാൾ വിളിക്കുന്നത് നമ്മൾ കേട്ടു. അതൊരു നല്ല ലക്ഷണമാണ്. അതാണ് അഹ്സനുഹാ അൽ ഫഅൽ, അൽ ഫഅലു കലിമത്തൻ ത്വയ്യിബാ, ഒരു നല്ല വാക്ക് കേൾക്കുന്നത് സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സന്തോഷത്തിന്റെ കലിമത്തുകൾ കേട്ടപ്പോൾ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഇത് നല്ല ലക്ഷണമാണ്, ഇത് യാത്ര സഫലമാകുമെന്നതിന്റെ അടയാളമാണ്. ഇനി നിങ്ങളിൽ ഒരാൾ വെറുക്കുന്ന എന്തോ ഒന്ന് കണ്ടു, എന്തോ ഒന്ന് കണ്ടു, വെറുക്കുന്ന ഒന്ന്. ഞാൻ പറഞ്ഞതുപോലെ ഈ ചൂലും പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടു, കീറച്ചാക്കുമായി നിൽക്കുന്ന കാഴ്ച കണ്ടു. അല്ല, ചിലപ്പോ ചില ആളെ കണ്ടാൽ തന്നെ ചിലർ പറയാറുണ്ട്, ഓ രാവിലെ തന്നെ ഒന്ന് കണി കണ്ടത് ഇന്നാലിന്ന ആളാണ്, ഇന്നൊരു പണിയും നടക്കൂല, ഇന്നൊന്നും നടക്കൂല, ഇന്ന് ഒന്നും നടക്കാത്തൊരു ദിവസമായിരിക്കും. അങ്ങനെയൊക്കെ പറയാറുണ്ട് പലരും. യാത്രയിൽ ഒരാളെ കണ്ടിറങ്ങിയാൽ, ഓ ഇറങ്ങുമ്പം തന്നെ ചങ്ങായിനെയാണല്ലോ കണ്ട്, അല്ലെ ഓളയാണല്ലോ കണ്ട്, ഇന്നത്തെ യാത്ര ഇനി പോയിട്ട് കാര്യമല്ല, ഒന്നും നടക്കൂല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, സഹോദരാ സഹോദരി, നിങ്ങളിൽ ഒരാൾ വെറുക്കപ്പെടുന്നൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഫൽയഖുൽ, ആ സമയത്ത് ഇങ്ങനെ ചൊല്ലണം. സ്ക്രീനിൽ നോക്കിയാൽ ഇൻഷാ അല്ലാഹ് ദിക്ർ കാണാം. اللهم لا يأتي بالحسنات إلا أنت ولا يدفع السيئات إلا أنت ولا حول ولا قوة إلا بالله. اللهم لا يأتي بالحسنات إلا أنت ولا يدفع السيئات إلا أنت ولا حول ولا قوة إلا بالله.
ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് യാതൊരു ദുർലക്ഷണവും അനുഭവപ്പെടുകയില്ല, അയാൾക്ക് യാതൊരു പ്രയാസവും നേരിടുകയില്ല. എന്താ ഇതിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, ഹസനാത്തുകളെ, നന്മകളെ നിന്നെ കൊണ്ടല്ലാതെ കൊണ്ടുവരാൻ കഴിയില്ല. ഒരു നന്മ എന്നിലേക്ക് എത്തിക്കണമെങ്കിൽ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ റബ്ബേ. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, ഒരു സയ്യിആത്തിനെ, ഒരു മോശപ്പെട്ട കാര്യത്തെ തട്ടിമാറ്റാനും നിന്നെ കൊണ്ടല്ലാതെ കഴിയില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു കഴിവും ഒരു ശക്തിയും അല്ലാഹുവേ നിന്നെ കൊണ്ടല്ലാതെ ഇല്ല റബ്ബേ. ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ പിന്നെ ആ യാത്രയിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത എന്ത് കണ്ടാലും അതിൻ്റെ ഫലമായി ഒരു പ്രയാസവും നേരിടേണ്ടി വരില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, പറയുന്നത് ശ്രദ്ധിക്കണം. ഒരാൾ അയാളുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അയാൾക്ക് മാനസികമായി വിഷമമുണ്ടാക്കുന്ന, അയാൾക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാഴ്ചയാണ് അയാൾ കണ്ടതെങ്കിൽ ഇനി എൻ്റെ യാത്ര സഫലമാകില്ല എന്നു പറയണ്ട. മറിച്ചയാൾ ഇങ്ങനെ ചൊല്ലണം: അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, ഹസനാത്ത് കൊണ്ടുവരാൻ നിന്നെ കൊണ്ടല്ലാതെ കഴിയില്ല, സയ്യിആത്തിനെ തട്ടി നീക്കാനും നിനക്കല്ലാതെ കഴിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു കഴിവും ഒരു ശക്തിയും അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കുമില്ല. ഇതങ്ങ് ചൊല്ലിയാൽ ഇത് റബ്ബിലേക്ക് ഏൽപ്പിക്കലാണ്. എല്ലാ ആശങ്കകളും മാറിക്കിട്ടും, എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ യഥാർത്ഥ വിശ്വാസികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കും ആശങ്കപ്പെട്ട് ഒരു തരം വസ്വാസിന് അടിമകളായി മാറാൻ പാടില്ല. അങ്ങനെയൊക്കെ എത്രയോ ആളുകളുണ്ട്. ചിലപ്പോൾ അമ്മാരെന്നെ പറയും, എന്തോ ഒരു സംഗതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എടുക്കാൻ മറന്നുപോയി. ചിലപ്പോൾ ഭാര്യമാര് പറയും, എന്തൊരു സംഗതി വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി, ഓ ഇനിയിപ്പോൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കണ്ട, തിരിച്ചു വരണ്ട, ഞാൻ എടുത്തു തരാം, അല്ല ഞാൻ തിരിച്ചു വരൂല, നീ പോയിട്ട് അതങ്ങ് എടുത്തുവാന്ന് നിർബന്ധിക്കുക. ഇത് പറയാ കുഴപ്പമൊന്നുമില്ല. പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് കയറിയാൽ ആ മറന്ന വസ്തു എടുക്കാൻ തിരിച്ച് വീട്ടിലേക്ക് കയറിയാൽ എന്തോ കാര്യമായ ഒരു പ്രശ്നമുണ്ട്, ആ യാത്ര സഫലമാകില്ല. ആ വിശ്വാസത്തോടുകൂടെ ഇത് പറയാൻ പാടില്ല. ഒക്കെ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം. എല്ലാം ഇലാഹായ റബ്ബിലേക്ക് ഏൽപ്പിക്കണം. ഏറ്റവും ശക്തനായ മനുഷ്യനാരാ? അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് നിവേദനം, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ സറഹു അൻ യകൂന ഖവന്നാസ് ഫൽയതവക്കൽ അലല്ലാഹ്. എന്തൊരു ഹദീസാണ് ഇതൊക്കെ! ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മൻ സറഹു, ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അയ്യകൂന അഖ്വന്നാസ്, അവൻ ജനങ്ങളിൽ ഏറ്റവും കരുത്തനാകുന്നത്, ജനങ്ങളിൽ ഏറ്റവും ശക്തനാകുന്നത് ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ഫൽയതവക്കൽ അലല്ലാഹ്, അയാൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കട്ടെ. സമ്പൂർണമായി സർവശക്തനിലേക്ക് ഏൽപ്പിക്കലോടുകൂടെ നമ്മുടെ മനസ്സ് ഫ്രീ ആയി നമ്മളിങ്ങനെ ആശങ്കപ്പെട്ട് ഭയചകിതരായി മുന്നോട്ട് പോകേണ്ടതില്ല. അള്ളാഹു യഥാർത്ഥ തവക്കുലിൻ്റെ അഹ്ലുകാരിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഈ വിഷയത്തിലൊക്കെ അങ്ങനെ ഒരു തവക്കുൽ നമുക്കുണ്ടാവണം. എല്ലാത്തിലും വസ്വാസ് കാണുന്ന ആളുകളുണ്ട്.
എല്ലാത്തിലും ഒരുതരം ഒരു ഉറപ്പില്ലായ്മ. അള്ളാഹുവിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു യാത്രക്ക് ഇറങ്ങി, വാഹനത്തിലേക്ക് കയറി, കാറായിട്ട് മുന്നോട്ടെടുക്കുമ്പോൾ ഒരു കറുത്ത പൂച്ച നേരെ വെൽങ്ങനായിട്ട് പോയാൽ പടച്ചോനെ എന്തോ ആപത്ത് വരാനുണ്ട് കേട്ടോ, ഈ യാത്ര പോകാതിരിക്കലാ നല്ലതെന്ന് പറയാ. ആരാ അത് പറയുന്നത്? ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു യഥാർത്ഥ വിശ്വാസി. എന്ത് വിശ്വാസാണിതൊക്കെ? അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാന്ത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാന്ത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഖലാസ്, അതിന്റെ പ്രശ്നം തീർന്നു. ഇത് അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കലാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖഹും കമാ യർസുഖുത് തയ്ർ തഗ്ദു ഹിമാസൻ വതറൂഹു ബിതാനാ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, ഒരാൾ തവക്കുലാക്കേണ്ട പ്രകാരം റബ്ബിലേക്ക് തവക്കുലാക്കിയാൽ ലറസഖഹുമുല്ലാഹു കമാ യർസുഖുത് തയ്ർ, പക്ഷികൾക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവൻ അള്ളാഹു തആല ഭക്ഷണം കൊടുക്കും. എന്താ പറഞ്ഞേ? ഒരാള് തവക്കുലാക്കേണ്ട പ്രകാരം റബ്ബിലേക്ക് തവക്കുലാക്കിയാൽ പക്ഷികൾക്ക് കൊടുക്കുന്നത് പോലെ അള്ളാഹു കൊടുക്കും. പക്ഷി തഗ്ദു ഹിമാസൻ വതറൂഹു ബിതാന, രാവിലെ ഒട്ടിയ വയറുമായി അത് പുറത്തിറങ്ങുന്നു, അതതിൻ്റെ റിസ്ക് അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ വതഗ്ദു ബിതാന, നിറഞ്ഞ വയറുമായിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷിയുടെ തവക്കുൽ നോക്കണം. എനിക്കുള്ളതൊക്കെ എത്തിക്കോളെന്ന് പറഞ്ഞത് അതിൻ്റെ കൂട്ടിലിരിക്കല്ല ചെയ്തത്, അതതിൻ്റെ അന്നം തേടിപ്പോയി. അതാണ് തഗ്ദു ഹിമാസൻ, രാവിലെ ഒട്ടിയ വയറുമായിട്ടത് പോയി. അപ്പോഴാണ് വതറൂഹു ബിതാനാ, വൈകുന്നേരമാകുമ്പോഴത്തേക്ക് നിറഞ്ഞ വയറുമായി അത് തിരിച്ചു വരുന്നത്. അപ്പൊ അവനാൻ ചെയ്യേണ്ടത് അവനാൻ ചെയ്യണം, അവനാൻ ശ്രദ്ധിക്കേണ്ടത് അവനാൻ ശ്രദ്ധിക്കണം. എന്നിട്ടോ എല്ലാം ഇലാഹായ റബ്ബിലേക്ക് ഏൽപ്പിക്കുക. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ രീതി. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക, വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അനിഷ്ടകരമായ സംഗതികൾ കണ്ടാൽ അതിൻ്റെ പേരിൽ അതിനെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് ആ യാത്ര പോലും നിർത്തിവെക്കുന്ന തരത്തിലുള്ള സ്വഭാവമുണ്ടല്ലോ, അതൊന്നും ശരിയല്ല. അതൊന്നും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് യോജിച്ചതേ അല്ല. നമ്മൾ പൂർണ്ണമായും തവക്കുലിൻ്റെ അഹ്ലുകാരാവണം, അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം. അതല്ലേ മുത്തറസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ആ ഹിറാ ഗുഹയിൽ സിദ്ദീഖ് തങ്ങൾ പറയാ, പടച്ചോനെ ശത്രുക്കളുടെ കാലാണല്ലോ ആ കാണുന്നത്, അവരെങ്ങാനും നബിയെ ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മുടെ കഥ അവർ കഴിക്കുമല്ലോ. നിന്റെ കാര്യമല്ല, എനിക്ക് നിങ്ങളെ കാര്യമാണ് പേടി. الصدق في الغار والصديق لم يرما وهم يقولون ما بالغار من نرمي صل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അള്ളാഹുവേ ആ തവക്കുൽ പടച്ചോനെ അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു ആ അടിയുറച്ച വിശ്വാസം നമുക്ക് നൽകട്ടെ. എല്ലാത്തിലും സംശയവും എല്ലാത്തിലും ആശങ്കയുമായി മുന്നോട്ട് പോകുന്ന ആ പൈശാചിക വസ്വാസിന് അടിമപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ് ഇൻഷാ അള്ളാഹ്. ബാക്കി കാര്യങ്ങളൊക്കെ സൗകര്യം പോലെ നമുക്ക് വിശദീകരിക്കാം. ഒരുപാട് അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഒരു പക്ഷിയുടെ കരച്ചിൽ കേട്ടാൽ അതിനാസ്പദമായി അങ്ങനെയുണ്ടാകും ഇങ്ങനെയുണ്ടാവും എന്ന് പറയാം. ഒരു പച്ചപ്പയ്യ പച്ചത്തുള്ളൻ ശരീരത്തിൽ വന്നിരുന്നാൽ അതിനെ തട്ടണ്ട, അതവിടെ നിന്നോട്ടെ, അത് വന്നിരുന്നാൽ ക്യാഷ് കിട്ടും എന്ന് പറഞ്ഞ് അതിന് നല്ല പൂജിച്ച് നടക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു വിശ്വാസം
അങ്ങനെയൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് പിന്നീട് വിശദീകരിച്ച് പറയാം. വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൽ കലർപ്പുണ്ടായിക്കൂടാ. അപ്പോൾ യഥാർത്ഥ വിശ്വാസി അവനാൻ്റെ വീട്ടിൽ നിന്ന് പ്രതീക്ഷയോടുകൂടെയാണ് പുറത്തിറങ്ങേണ്ടത്, യാത്ര ചെയ്യേണ്ടത്. എന്തെങ്കിലും കണ്ടു എന്ന് കരുതി ആകെ വസ്വാസുള്ളവനായി മാറരുത്. അങ്ങനെയൊക്കെ മനസ്സിന് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതോടുകൂടെ പ്രശ്നം തന്നെ തീർന്നു. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിക്കട്ടെ.